യു ആർ ആൻറ്റി നാഷണൽ, യു ആർ അപ്പൊളിറ്റിക്കൽ. കുറച്ച് കാലങ്ങളായി ഇന്ത്യയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തർക്കും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുകളിലെ 2 പേരുകളാണ്. നിങ്ങൾ രാജ്യദ്രോഹിയാണ്, നിങ്ങൾ ആൻറ്റി നാഷണലാണ്, നിങ്ങളൊരു അരാഷ്ട്രീയവാദിയാണ്, ഒരു അപ്പൊളിറ്റിക്കലാണെന്ന്. ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ ഞാൻ ആലോചിച്ചു കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് ബീൻ 5 years, 5 വർഷം മുമ്പാണ് ഇത്തരമൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വൈ ഐ ചോസ് ടു ഡു ദിസ്? ബിക്കോസ് സൈലൻസ് ആണ് ഏറ്റവും വലിയ ആയുധം. ഭയവും. ഈ 2 കാര്യങ്ങളാണ് ഒരു രാജ്യത്തെ ഇല്ലാതാക്കുന്നത്. എന്നാൽ ഈ 2 കാര്യങ്ങളെയും ഒട്ടും മടി കൂടാതെ തല്ലി തകർത്ത് കുറച്ച് മനുഷ്യർ, യുവാക്കൾ, പ്രായമായവർ, ഇന്ത്യക്കാർ, ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ചു നിന്ന് ഒരു കോമൺ കോസിന് വേണ്ടി എന്താ പറയുക, എല്ലാം സഹിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഐ നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ശരി തെറ്റ്, ശരിയും തെറ്റും അത് പറയില്ലേ, ആപേക്ഷികമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷേ പക്ഷം ചേരുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിലും നിങ്ങൾ എന്താ പറയുക, ഒരു പക്ഷം ചേർന്ന് വിദ്യാർത്ഥികൾ അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവർ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേറെ ആംഗിളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ടു ബി ഓണസ്റ്റ്, അവരെ തിരുത്താനൊന്നും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സേ 2 things. വാട്ട് ഈസ് അപ്പൊളിറ്റിക്കൽ? ഒന്നാമത്തെ കാര്യം, അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് പലരും വിചാരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചേരാതിരുന്ന അരാഷ്ട്രീയവാദിയായി എന്നാണ്. എന്നല്ല, എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ അരാഷ്ട്രീയവാദി സ്വന്തമായി നിലപാടില്ലാത്ത, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്താ പറയുക ടിക്കറ്റ് എടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് കൊടുക്കുന്ന, അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ അരാഷ്ട്രീയവാദി. അതല്ലാതെ ഒരു പാർട്ടിയിൽ ചേരാത്ത ആളുകൾ രാഷ്ട്രീയവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലപാടുകളുള്ളവർ രാഷ്ട്രീയമുള്ളവരാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ലോകത്തെ, ഈ രാജ്യത്തെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ എനിക്ക് സമൂഹത്തെ എഫക്റ്റ് ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ, ബി പ്രൗഡ്, യു ആർ എ പൊളിറ്റിക്കൽ ബീയിങ്. വി ഹ്യൂമൻ ആർ പൊളിറ്റിക്കൽ ബീയിങ്. സോ വി ഓൾ ആർ പൊളിറ്റിക്കൽ ബീയിങ്. നിങ്ങൾ ഒരു പാർട്ടിയുടെ അംഗമാണ് എന്നതുകൊണ്ട് മാത്രം നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് യു ആർ എ പൊളിറ്റിക്കൽ, ദെൻ ആൻറ്റി നാഷണൽ. ഈ E20 പെട്രോളിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ ആൻറ്റി നാഷണലാവും. നീറ്റ് ക്യാൻസലായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റി പറഞ്ഞാൽ നമ്മൾ ആൻറ്റി നാഷണലാവും. ഇഫ് യു ഒപ്പോസ് ദ ഗവൺമെൻറ്, യു ബിക്കം ആൻറ്റി നാഷണൽ. ആക്ച്വലി ആരാണ് ആൻറ്റി നാഷണൽ? തൻ്റെ രാജ്യത്തിന് എഫക്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ചും യുവാക്കളെയും യുവതലമുറയും എഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യാതെ മാറി നിൽക്കുന്ന, അതിന് തീർച്ചയായും അത് ചെയ്യേണ്ടിയിരുന്ന പല മനുഷ്യരും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദേ ആർ ആൻറ്റി നാഷണൽ. വളരെ എപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ നാഷണലിസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളല്ല. അതിപ്പോൾ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഓൾ ആർ, എല്ലാവരും നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് വി റെസ്പെക്ട് ദം ഫോർ ദെയർ പൊസിഷൻ, ബട്ട് നോട്ട് ഫോർ ദ പൊസിഷൻ ദേ ആർ ടേക്കിംഗ് ഇൻ ഓൾ ആസ്പെക്ട്സ്. എല്ലാത്തിലും അവരെടുക്കുന്ന നിലപാടുകളെ അംഗീകരിക്കുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് കൃത്യമായി ഡിസഗ്രി ചെയ്യാൻ, ഡിസെൻഡ് ചെയ്യാൻ, സമരം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും അവകാശം നൽകുന്നതാണ് ജനാധിപത്യം. എങ്കിൽ ടു ബി ഓണസ്റ്റ്, ഐ ഹാവ് ടു സേ ദിസ്, നമ്മളെ ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റും, സ്റ്റേറ്റോ സെൻട്രലോ ആരും ആയിക്കോട്ടെ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വരുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നമുക്കില്ലെങ്കിൽ, ദെൻ വി കനോട്ട് കോൾ ദിസ് ആസ് എ ഡെമോക്രസി. ഡെമോക്രസിയിൽ ഭരിക്കുന്ന മനുഷ്യരെ ആരായിക്കോട്ടെ അവരെ നമ്മൾ എതിർത്തു എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു ആൻറ്റി നാഷണൽ ആവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, രാജ്യദ്രോഹി ആവില്ല, ടു ബി ഓണസ്റ്റ്. സോ ഇഫ് യു ആർ ഡൂയിങ് ദിസ്, അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ടെങ്കിലും, എൻ്റെ വീഡിയോ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞത് വളരെ കുറച്ച് ദിവസം മുമ്പാണ്. ഐ ഹാവ് ബീൻ ഫോളോയിങ് ദിസ് ഫോർ മന്ത്സ്. ഏകദേശം മാസത്തിലധികമായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മളിലേക്ക് ഇത് എത്തിയത് കുറേ മനുഷ്യർ, മെയിൻ സ്ട്രീം മീഡിയ ഒന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യരും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിട്ടുള്ള ആ ശബ്ദമാണ്. സോ ദാറ്റ് ഈസ് ദ വോയിസ്, ദാറ്റ് ഈസ് ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് കോമൺ മാൻ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഗൈസ്, വി ആർ നോട്ട് എ പൊളിറ്റിക്കൽ, വി ആർ നോട്ട് ആൻറ്റി നാഷണൽ. നമ്മളാണ് പൊളിറ്റിക്കൽ, നമ്മളാണ് നാഷണൽ, നമ്മളാണ് രാജ്യസ്നേഹികൾ. ഓക്കെ, പറയണമെന്ന് തോന്നി. ഐ ഡോണ്ട് നോ, യു ക്യാൻ ഡിസഗ്രി. Disagreement is not hate, but be respectful each other. Thank you.